നമസ്കാരം, അസ്സലാമു അലൈക്കും. 39ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ 8ാം ദിവസമായ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ദുബായ് വാർത്തയുടെ സ്പെഷ്യൽ അപ്ഡേറ്റ്. കഴിഞ്ഞ 8 ദിവസത്തെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഷാർജ ബുക്ക് അതോറിറ്റിയിലെ എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവായ KV മോഹൻകുമാർ സാറാണ്. ഗുഡ് ഈവനിങ്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അതിന്റെ 39ാമത് എഡിഷൻ നടത്തുമ്പോൾ അതിന്റെ 8ാമത്തെ ദിവസമായ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ 8 ദിവസത്തെ കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ താൻ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്? തുടക്കം മുതൽ ഈ 8 ദിവസം വരെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി എന്ന് പറയാം. കാരണം ലോകത്തിൽ ഒരു പുസ്തകമേളയും നടക്കാത്തൊരു സമയത്താണ് ഷാർജ പുസ്തകമേള ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെയുള്ള അറബ് പബ്ലിഷേഴ്സ് ഒക്കെ തന്നെ കൊല്ലത്തിലെ 10-15 ബുക്ക് ഫെയറിൽ പങ്കെടുക്കുന്നവരാണ്. അവരൊക്കെ തന്നെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയത്. അവർക്ക് ഷാർജ പുസ്തകമേള തുടങ്ങുക എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓക്സിജൻ കിട്ടുന്ന ഒരു എനർജി കിട്ടുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അറബ് രാജ്യത്തുള്ള എല്ലാ പബ്ലിഷേഴ്സും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇതൊരു വലിയൊരു ഓപ്പണിംഗ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഷാർജ ഇപ്പം നമുക്ക് ലോകത്തെ ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 10 ടൈംസ് ബെറ്ററാണ് വിസിറ്റേഴ്സിന്റെ റെസ്പോൺസ്. അതുപോലെ തന്നെ സെയിലും കൂടിയിട്ടുണ്ട്. മലയാളം പബ്ലിഷേഴ്സിന്റെ അവിടെയൊക്കെ നല്ല സെയിലാണ്. അതുമാതിരി തന്നെ ഷാർജ ഗവൺമെന്റ് 10 മില്യൺ ദിർഹംസിന്റെ ബുക്കുകൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. മലയാള പുസ്തകങ്ങളടക്കം ഒരുപാട് ബുക്കുകൾ ഞങ്ങൾ വാങ്ങുകയുണ്ടായി ലൈബ്രറിയിലേക്ക് വേണ്ടിയിട്ട്. അതുകൂടാതെ മിനിയാന്ന് വളരെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഷാർജ ഭരണാധികാരി ഒരു പുതിയൊരു ഡിക്ലറേഷൻ കൊണ്ടുവന്നു. എല്ലാ പാർട്ടിസിപ്പൻസിനും പുസ്തകമേളയിലുള്ള സ്റ്റാൾ ഫ്രീ സൗജന്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതുമാതിരി തന്നെ കോവിഡ് ടെസ്റ്റ് ഫ്രീ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇവിടെ യാത്ര ചെയ്യേണ്ട എല്ലാവർക്കും ഫ്രീ ആയിട്ട് കോവിഡ് ടെസ്റ്റ് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ പല തരത്തിലും ഷാർജ ഭരണാധികാരി പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഷാർജ പുസ്തകമേള മാറ്റിയെടുത്തിരിക്കുകയാണ്.